ലോകത്തുള്ള എല്ലാ ഓട്ടോക്കാരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. ഇല്ല, എനിക്കറിയില്ല, ഞാൻ ഒരു കമന്റ്സും വായിച്ചിട്ടില്ല. നെഗറ്റീവ്സിനെ കുറിച്ച് ഐ ഡോണ്ട് കെയർ. ഹാപ്പിയായിരുന്നു, സാറ്റിസ്ഫൈഡ് ആണ്, സന്തോഷമാണ്. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ പോയപ്പം എന്നെ കണ്ടില്ലാന്ന് പറഞ്ഞ ആളുകളൊക്കെ നല്ലപോലെ ഓക്കെ. താങ്ക് യു. ഓൾറെഡി നമ്മൾ ലേറ്റ് ആയി, അതുകൊണ്ടാണ്. അതെനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അറിയില്ല. എന്തായാലും ഫൈനലി ബിഗ് ബോസ് ദ ഗെയിം ഈസ് ഓവർ. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് നമുക്ക് കാണാം. എയർപോർട്ടിൽ വരുമ്പോൾ കാണാം. ബൈ. ഓൾറെഡി ലേറ്റ് ആയി. താങ്ക് യു. ഞാൻ എനിക്ക് ഒരേ സംസാരിക്കാനുണ്ട്, ഞാൻ പറയും. ഞാൻ എല്ലായിടത്തും പറയും. ഇപ്പൊ നമ്മൾ ലേറ്റ് ആയി. പോട്ടെ. സംസാരിക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് വ്യക്തികൾ ആൻസർ വരും. പിന്നെ ഗെയിം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ നമ്മൾ അതിനെ കുറിച്ച് പറയണോ? പ്ലാറ്റ്ഫോമിൽ എന്റെ ചാച്ചൻ ഓട്ടോക്കാരനാണ്, ഞാൻ ഓട്ടോയിലാണ് വരുന്നതെന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഓട്ടോക്കാരെയും അത് ബാധിക്കുന്ന കാര്യമാണ്. എത്ര സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ അച്ഛന്മാർ. അത് ഇവിടെയൊക്കെ വരെ നമ്മൾ എത്തി നിൽക്കുന്നില്ലേ. സോ അതിന്റെ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. അത് മനസ്സിലാക്കാത്ത എന്തുകൊണ്ടായിരിക്കും ചേച്ചി ഇങ്ങനെ കോർണർ ചെയ്യുന്നത്? അറിയില്ല, എനിക്കറിയില്ല. ഞാൻ ഒരു കമന്റ്സും വായിച്ചിട്ടില്ല. നെഗറ്റീവ്സിനെ കുറിച്ച് ഐ ഡോണ്ട് കെയർ. ബിക്കോസ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ വന്നത്. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി. അത്രേ ഉള്ളൂ. എന്താണ് ബ്രോ, ഞാൻ പോട്ടെ. കപ്പ് റീഎൻട്രിയുടെ ഗെയിം ആദ്യമേ കളിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ബിൻസി ടോപ്പ് 3 എത്തിയാണ്. കമന്റ് ഇടുന്നവർക്ക് എന്തും പറയാലോ, നമുക്കല്ലേ നമ്മുടെ മാനസികാവസ്ഥ അറിയത്തുള്ളൂ. അല്ല തോന്നിയ എനിക്ക് ആദ്യം അങ്ങനെ കളിക്കാൻ ഫയർ ആദ്യത്തെ ഒരു ആഴ്ച കൊടുത്തിരുന്നെങ്കിൽ. ഓക്കെ ശരി, ബൈ ബൈ ബൈ. ഓക്കെ ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. താങ്ക് യു. കൊള്ളാം ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ. മീനു 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 ബൈ ബൈ ബൈ. എന്തോ ഒരുമിച്ച് വാ. അതല്ലേ കൊല്ലത്തെ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ വന്നോ. ഫിനാലെ കഴിഞ്ഞ് കപ്പടിച്ചു. ചേട്ടാ എങ്ങനെ തോന്നുന്നു ഒരു ഹാപ്പി മൂമെന്റ്? ഞാനിപ്പോ അങ്ങോട്ട് ഇനി എന്താണ് ഓക്കെ. ചേട്ടാ ഈ സീസണിലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ രണ്ടുപേരാണ്. അപ്പാനി പറഞ്ഞെന്താ അറിയോ? അപ്പാനിന്റെ മനസ്സിലെ കപ്പെടുത്തിട്ട് അക്ബറാണ്. ഓക്കെ ബൈ. ഓക്കെ ഓക്കെ. പഠിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സന്തോഷം ഹാപ്പി. അവളെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. 3 പേര് சொன்னாங்க. കാണല്ലേ അവളെ? എങ്കിൽ ചേട്ടാ ഈ അനിമോളുടെ കപ്പ് വെറും PR ആണെന്ന് പറയുന്നവരോട് ചേട്ടൻ എന്താണ് പറയാൻ തോന്നുന്നത്? എവിടെയാ